രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർ. സ്വാഗതം സർ. ഇന്നത്തെ മത്സര ഇനം ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം എ, HDPY അണ്ടിപ്പള്ളിക്കാവ്, എറണാകുളം. ടീം ബി, ചിന്മയ വിദ്യാലയം, നെരുവാമോട്, തിരുവനന്തപുരം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്: സുഗ്രീവാദികൾ കാണിച്ച സീതയുടെ ആഭരണങ്ങളിൽ നിന്ന് ലക്ഷ്മണൻ തിരിച്ചറിഞ്ഞത് ഒരാഭരണമാണ്. അത് ഏതാണ്? എ കൈവള, ബി കർണാഭരണം, സി കാൽ ചിലമ്പ്, ഡി കണ്ടാഭരണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി കാൽ ചിലമ്പ്. സി കാൽ ചിലമ്പ് ഞാൻ ലോക്ക് ചെയ്യുന്നു. കാൽ ചിലമ്പാണോ? നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹനുമാനൊപ്പം സുഗ്രീവനെ പിന്തുടർന്ന മന്ത്രിമാരിൽ താരനും നളനുമൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അതാര്? ഈ മന്ത്രിമാരെന്ന് പറയുന്നത് പഞ്ചവാനരന്മാരാണ് കേട്ടോ. ഓക്കെ. എ നീലൻ, ബി ഭല്ലൂകൻ, സി കായവൻ, ഡി നളിനാക്ഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ നീലൻ. എ നീലൻ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. എ നീലൻ. എന്തൊക്കെ അറിയാം നീലനെ കുറിച്ച്? അഗ്നിദേവന്റെ പുത്രനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നേരെ നിന്ന് യുദ്ധം ചെയ്യാത്ത ഒരുവനെ വധിച്ചതുകൊണ്ട് അങ്ങേക്കുണ്ടായ ഗുണഫലം എന്താണ്? ശ്രീരാമനോട് ഈ ചോദ്യം ചോദിച്ചത് ആരാണ്? എ അംഗദൻ, ബി താര, സി ബാലി, ഡി ജാംബവാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി ബാലി. ഓപ്ഷൻ സി ബാലി. ഓപ്ഷൻ സി ബാലി നമ്മൾ ലോക്ക് ചെയ്തു. ഏത് സന്ദർഭത്തിലാ ബാലി അങ്ങനെ പറയണത്? ബാലിയെ ശ്രീരാമൻ അമ്പെയ്ത് വധിച്ച് ആസന്ന മരണനായിരിക്കുന്ന ബാലി ശ്രീരാമനോട് ചോദിക്കുകയാണ്. തൃശ്ശൂരാണോ? അല്ല. അല്ല അല്ലേ? ആ ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഗോപാലകൃഷ്ണൻ സർ. നമുക്കൊരു ഉത്തരം കൊടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ഉത്തരത്തിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മിനിമം വേർഡ്സ്, മിനിമം ലൈൻ കൊണ്ട് നന്നായിട്ട് കൊടുത്തു. എന്നെ പോലെയുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതിങ്ങനെ ഫ്രീ ഫ്ലോ ആയിട്ട് കൊടുത്തു. നന്നായിട്ട് തുടരെ. ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോ അനർത്ഥേ നാവരുദ്ധ്യതേ. ഇത് ഹനുമാൻ സുഗ്രീവനോട് പറയുന്ന വാക്യമാണ്. എങ്ങനെയുള്ളവരാണ് ആപത്തിൽ അകപ്പെടാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഓപ്ഷൻ: തന്നെ സഹായിച്ചവരുടെ കാര്യത്തിൽ തൽപരരായവർ, ബി മുൻകരുതലുകൾ കൈക്കൊള്ളുന്നവർ, സി സാഹസമില്ലാത്തവർ, ഡി നിസ്സംഗർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ തന്നെയാണ് ആപത്തുകളിൽ അകപ്പെടാതിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഉള്ളത് ആരാണെന്നാ ചോദിക്കുന്നത്. എ തന്നെ സഹായിച്ചവരുടെ കാര്യത്തിൽ തൽപരരായവർ. തന്നെ സഹായിച്ചവരുടെ കാര്യത്തിൽ തൽപരരായവർ നമ്മൾ ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ടീം ബിക്ക് 2 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ. ഈ 4 ഉത്തരങ്ങളും ശരിയാണല്ലേ?
അതിൽ നിന്ന് രാമായണത്തിലുള്ള ഉത്തരവാണ് നിങ്ങൾ എടുക്കേണ്ടത്. ബാക്കിയുള്ളതിനൊക്കെ പ്രോബബിലിറ്റി ഉണ്ട് ഇല്ലേ? എന്നാലും വളരെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം കൊടുക്കാൻ സാധിക്കും. രാമായണത്തിൽ നിന്ന് പഠിച്ചാലേ ഈ വരി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഉത്തരങ്ങൾ കുറേ റിലേറ്റീവായിട്ടുണ്ടെങ്കിലും കറക്റ്റ് പോയിന്റ് എത്തണമെങ്കിൽ അഗാധമായിട്ട് പഠിച്ചിരിക്കണം. വെരി ഗുഡ്, എക്സലന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സർപ്പരാജാവായ വാസുകി വസിക്കുന്ന നഗരം. എ സൂര്യവാൻപുരി, ബി വൈദ്യുതോനാമപുരി, സി മാഹിഷദേശം, ഡി ഭോഗവതിപുരി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വല്ലാത്തൊരു പുരികളായി പോയില്ലേ? മുത്തശ്ശിയോട് ചോദിക്കാം. ഓക്കെ, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ, പറയൂ മോളെ. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ്. ഓക്കെ, മാഡത്തിന്റെ പേര് പറയൂ. സരോജം. സരോജം. എന്നാ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയാം അല്ലേ? ചോദിച്ചോളൂ. മുത്തശ്ശി, ചോദ്യം ഇതാണ്: സർപ്പരാജാവായ വാസുകി വസിക്കുന്ന നഗരം ഏത്? ഓപ്ഷൻസ് ഉണ്ട്: എ സൂര്യവാൻപുരി, ബി വൈദ്യുതോനാമപുരി, സി മാഹിഷദേശം, ഡി ഭോഗവതിപുരി. ഇതിലേതാണ്? ഭോഗവതിപുരി ആണെന്നാ തോന്നുന്നത്. താങ്ക് യു മുത്തശ്ശി. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ ഞാന്. ഏതാ പറഞ്ഞത്? ഭോഗവതിപുരി. ഓക്കെ, ഡി ഭോഗവതിപുരി നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. അതുകൊണ്ട് മുത്തശ്ശി കാരണം അവർക്ക് 2 മാർക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. താങ്ക് യു മുത്തശ്ശി. ടീം എ നേടിയിരിക്കുന്നത് 2 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. അനുവദിച്ച 1 മാസം പിന്നിട്ടിട്ടും സീതയെ കണ്ടെത്താനാകാത്തതിൽ എന്തു ചെയ്യാമെന്നാണ് അങ്കദൻ കൂടെയുള്ളവരോട് പറയുന്നത്? എ തിരികെ പോകാമെന്ന്, ബി പ്രായോപവേശം ചെയ്യാമെന്ന്, സി കൂടുതലിടങ്ങളിൽ അന്വേഷിക്കാമെന്ന്, ഡി ഇവിടെ താമസിക്കാമെന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി പ്രായോപവേശം ചെയ്യാമെന്ന്. ഓപ്ഷൻ ബി പ്രായോപവേശം ചെയ്യാമെന്ന് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഗർഭവിരിപ്പിൽ കിടന്ന് നിരാഹാരം അനുഷ്ഠിച്ച് മരിക്കുന്നതിനെയാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. ഓക്കെ, നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുള്ളത്, അങ്കദൻ്റെ അച്ഛനെ കൊന്നത് ശ്രീരാമനാണ്. പക്ഷെ ആ അങ്കദൻ ശ്രീരാമന് വേണ്ടിയിട്ട് സീതാന്വേഷണത്തിന് ഏറ്റവും മുമ്പിൽ നിന്ന പവർഫുള്ളായിട്ടുള്ള ഒരു മെമ്പറാണ്. തൻ്റെ അച്ഛനെ കൊന്ന വ്യക്തി എന്നുള്ള രീതിയിൽ വാശിയോ പകയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ആ അങ്കദൻ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇഹലോകവാസം വെടിയാമെന്ന് വരെ പറയുന്ന രീതിയിലൊരു മാനസികാവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും ഇതൊക്കെ കുറേശ്ശെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്കാണ് നമ്മുടെ ജീവിതം യൂസ്ഫുള്ളും പർപ്പസ്ഫുള്ളും ആവുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ പ്രശ്നോത്തരി റൗണ്ടിൽ ടീം എ നേടിയിരിക്കുന്നത് 6 മാർക്കാണ്. ടീം ബി 6 മാർക്കാണ് നേടിയിരിക്കുന്നത്. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ടീം എ HDPY അണ്ടിപ്പിള്ളിക്കാവ് എറണാകുളം, ടീം ബി ചിന്മയ വിദ്യാലയം നെറുവാമൂട് ട്രിവാൻഡ്രം. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ പരിചയപ്പെട്ടില്ല. പേര് പറയൂ. പാർവണ. പാർവണ. ഏത് ക്ലാസ്സിലെ പാർവണ? 9. പേര് പറഞ്ഞോളൂ എന്നാലും. എൻ്റെ പേര് ആര്യ ഉണ്ണികൃഷ്ണൻ. ഭവ്യാസന. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? താങ്കളുടെ ആലാപന കാവ്യം സ്ക്രീനിൽ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അത്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവ വീരാഭവാനറിയാമല്ലോ.
ആശയം വിശദീകരിച്ചു. ഇവിടെ സീത ദശാസ്യൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന വഴി സീത തൻ്റെ ആഭരണങ്ങൾ കിഴികെട്ടി ഋഷ്യമുഖാചലത്തിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ സുഗ്രീവൻ അത് കണ്ടെടുത്ത് സൂക്ഷിച്ച് ശ്രീരാമനെ കാണിക്കാം എന്ന് പറയുന്ന ഭാഗമാണ് നാം ഇപ്പോൾ ചൊല്ലിക്കേട്ടത്. ഈശ്വരൻ എന്ത് വരം കൊടുക്കുമ്പോഴും അതിൽ ഒരു പഴുതിട്ടേ കൊടുക്കാറുള്ളൂ എന്ന് നാം പറയുന്നത് പോലെ ഏതൊരു കുറ്റകൃത്യമായാലും അത് കണ്ടുപിടിക്കാൻ ഒരുപാട് തെളിവുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും ഈശ്വരൻ. ഇവിടെ തന്നെ സീത തൻ്റെ ആഭരണങ്ങൾ കിഴികെട്ടി താഴേക്ക് ഇട്ടുകൊടുക്കുന്നത് മാർഗദർശനത്തിന് ഒരു വലിയ തെളിവാണ്. ഈ ഭാഗത്ത് നമുക്ക് പതിവ്രതയും ബുദ്ധിമതിയുമായ ഒരു സ്ത്രീരത്നത്തെയാണ് സീതയിൽ ദർശിക്കാൻ സാധിക്കുന്നത്. ഒരു ആപൽ ഘട്ടം വന്നപ്പോൾ സീത പെട്ടെന്ന് തന്നെ കരയുകയോ നിലവിളിക്കുകയോ ഒന്നും അല്ല ചെയ്തത്, മറിച്ച് അതിനു വേണ്ട സത്വര നടപടികൾ എടുത്തു. ഈ ഒരു ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ സ്ത്രീകളോടാണ് പറയാനുള്ളത്. പിഞ്ചു കുഞ്ഞു മുതൽ വയസ്സായ വൃദ്ധകൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തന്നെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയോ കരയുകയോ അല്ല വേണ്ടത്. ആദ്യം സത്വര നടപടികൾ സ്വീകരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ കൂടുതൽ വിഷമിച്ചാൽ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതൊരു അവസരമായി തന്നെ തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുഡ്. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നന്നായി, വളരെ നന്നായി, നന്നായിട്ട് ചൊല്ലി. അതിനകത്ത് ഒരു ഫസ്റ്റിൽ ആദ്യത്തെ 2 വരിയിൽ ചേർക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം എന്ന് ചൊല്ലിയിരുന്നെങ്കിൽ ആ പർവ്വതേന്ദ്രോത്തമ അങ്ങനെ ചൊല്ലി അത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ നല്ല സ്വീറ്റ് വോയിസ് ആണ്, കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് ചൊല്ലാമായിരുന്നു. അത്ര ഒരു ഇതേ ഉള്ളൂ. വളരെ ഭംഗിയായി. പറഞ്ഞതൊക്കെ ഫാക്റ്റും ട്രൂത്തും എസൻസും തന്നെയാണ്. നന്നായിട്ടുണ്ട് എക്സ്പ്ലനേഷൻ. ഒരു തരത്തിലുള്ള ജർക്കും ഇല്ലാതെ പറഞ്ഞു. അത് ബ്യൂട്ടിഫുൾ. ഇയാൾ നല്ല രീതിയിൽ അത് ആലപിച്ചു. വളരെ ഉയരങ്ങളിലേക്ക് കുറച്ചുകൂടി ശബ്ദം വന്നിരുന്നെങ്കിൽ കുറേ കൂടി നന്നാകുമായിരുന്നു. വളരെ വളരെ നന്നായിട്ട്, അടിപൊളി. വളരെ നന്നായി പറഞ്ഞു. ആലാപനവും എക്സ്പ്ലനേഷനും നല്ല ചോയ്സ് ഓഫ് വേർഡ്സ് വന്നു. വളരെ കണ്ടന്റ് റിച്ച് ആയിരുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻസ്. കൺഗ്രാറ്റ്സ്. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. ഞാനും 7 മാർക്ക് തരുന്നു. നന്നായിട്ട് 7. അപ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 21 മാർക്ക്. അടുത്തത് ടീം ബിയുടേതാണ്. താങ്കളുടെ കാവ്യം സ്ക്രീൻ. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമിന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേരസജ്ഞയാ മിത്രമിന്നുള്ളതുമെന്നോടു ചൊല്ലണം. വിശദീകരിച്ചോളൂ. ഹരി ഓം. ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കിഷ്കിന്ധാകാണ്ഡത്തിലെ വരികളാണിത്. ഹനുമൽ സമാഗമം എന്ന ഭാഗത്തിൽ സുഗ്രീവൻ ഹനുമാനോട് പറയുന്നതാണ് പ്രസ്തുത സന്ദർഭം. ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് സുഗ്രീവൻ 4 മന്ത്രിമാരോടൊപ്പം ഋഷ്യമുഖ പർവ്വതത്തിലെ കൊടുമുടിയിൽ കഴിയുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരെ കാണുന്നു. ഭീതനായ സുഗ്രീവൻ തൻ്റെ മന്ത്രിയായ ഹനുമാനെ വിളിച്ച് നിർദ്ദേശം നൽകുന്നതാണ് ഈ ഭാഗം. ആ വരുന്നവർ ആരാണെന്നറിയണം. താപസവേഷം ധരിച്ചിട്ടുണ്ട്. എന്നാൽ ചാപബാണങ്ങളും അരയിൽ വാളുമുണ്ട്. ബലവാനായ ബാലി തന്നെ വധിക്കാൻ പറഞ്ഞയച്ചതാണോ എന്നറിയണം. നീ ബ്രാഹ്മണ വേഷധാരിയായി അവരെ സമീപിച്ച് മുഖം, കണ്ണ്, സംഭാഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവരുടെ മനോഭാവം മനസ്സിലാക്കുകയും അവരെ എന്നെ അറിയിക്കുകയും വേണം. മാത്രമല്ല, അവർ മിത്രങ്ങളാണെങ്കിൽ മുഖപ്രസാദത്തിൻ്റെ സൂചനയായ പുഞ്ചിരി കൊണ്ട് എന്നെ ബോധ്യപ്പെടുത്തുകയും വേണം. ഉത്തമനായ ഒരു പുരുഷനെ അദ്ദേഹത്തിൻ്റെ മുഖം, കണ്ണ്, സംഭാഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നു. ഇതാണ് ഈ വരികളുടെ സാരാംശം.
ശ്രീകുമാർ സർ. മനോഹരമായിട്ട് ചൊല്ലി ആനന്ദഭൈരവി രാഗത്തിൽ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം. നമ്മുടെ ബോഡി ലാംഗ്വേജിനെ അല്ലേ എങ്ങനെയായിരിക്കണം ഒരാളെ കാണുമ്പോഴൊന്നും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ അവസാനത്തെ വരിയിൽ പറഞ്ഞത് അങ്ങനെയാണ് അല്ലേ. നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സംജ്ഞയ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. നന്നായി, എക്സ്പ്ലനേഷനും ചൊല്ലലും വളരെ നന്നായി. ഗോപാലകൃഷ്ണൻ സർ. ഇത് കഴിഞ്ഞിട്ട് ഹനുമാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനെ അയക്കുമ്പോൾ ഹനുമാനോട് സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് തിരിച്ച് രാമൻ്റെ അടുത്ത് ചെന്ന് ലക്ഷ്മണൻ പറഞ്ഞത് എന്താ അറിയോ? ശ്രേഷ്ഠമായ സംസ്കൃതത്തിലാണ് ആ ബ്രാഹ്മണൻ സംസാരിച്ചത്. മാത്രമല്ല വ്യാകരണം സംസാരത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഒരു വാക്ക് പോലും അധികവും ഉപയോഗിച്ചിട്ടില്ല, കുറവും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരു സുഹൃത്തായിട്ട് അദ്ദേഹത്തിനെ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട്, സുഹൃത്തിനോട്, ബന്ധുവിനോട്, എതിരാളിയോട്, സംഘടനയുടെ ഉത്തരവാദിത്വമുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഹനുമാൻ വിത്ത് പ്രൂഫ് ഇവിടെ പറഞ്ഞു കൊടുക്കും, കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കല്ല, കാണിച്ചു കൊടുത്തു. അത് ലക്ഷ്മണൻ വിലയിരുത്തുകയും ചെയ്തു. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഈശോജി. വളരെ നന്നായിരുന്നു. മോൾ 8ലാണെന്ന് വിശ്വസിക്കില്ല. ഞാനൊന്നും 8th അല്ല 11th ആയ പോലും ഈ രീതിയിൽ സംസാരിച്ചോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ ഇല്ല. വളരെ നന്നായിരുന്നു. പിന്നെ 2 വാക്കുകൾ ഓർത്തിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം: ആർട്ടിക്കുലേഷൻ ആൻഡ് ഇൻറ്റൊണേഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ വെച്ച് നമ്മളൊരു ആശയം കൺവേ ചെയ്യുന്ന രീതി. ഇൻറ്റൊണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരം, നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് അടക്കമുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആ ഇമ്പാക്റ്റ് കൂടുന്നു. നന്നായി പറഞ്ഞു കേട്ടോ, നന്നായി പറഞ്ഞു. നമുക്ക് മാർക്സ് അറിയാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. 7 മാർക്ക്. ഈശോജി. നന്നായി പറഞ്ഞു. പക്ഷേ ഒരുപാട് ഇനിയും സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളർത്താൻ കഴിയും. അതുകൊണ്ട് 7, അല്ലെങ്കിൽ 8 തരാം. അതുകൊണ്ട് 7. ടീം ബിയും നേടിയിരിക്കുന്നത് 21 മാർക്കാണ്. നം നം തും ധി താങ് ഗ ധി ത നം നം തും ധി താങ് ഗ ത നം നം തും ധി താങ് ഗ നം തും ധി താങ് ഗ ത ധിം ധി ന തും ത ധിം ധി ന തും ത ധി ധി ന തും ത ധി തന്നം നം തും ധി താങ് ഗ ധി തന്നം നം തും ധി താങ് ഗ ധ നം നം തും ധി താങ് ഗ നം തും ധി താങ് ഗ ധ ധിം ധിം ന തും ധ ധിം ധി
തും ത തിം തിം ത തും ത. HTPY നിങ്ങൾ ചെയ്ത നൃത്തശില്പം നന്നായിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറയും. നിധിയ ഏത് ക്ലാസ്സിലാ? 8th, കീർത്തന 9th, മേഘ 8th, ശ്വേത 9th, ദേവനന്ദ 9th. ഓക്കെ, നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, നന്നായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് കാണിച്ച ആ ഒരു നൃത്ത ചൊല്ലുകളൊക്കെ ഉള്ള അത് എന്തിനു വേണ്ടിയായിരുന്നു? അടവളിച്ചതില്ലേ, അത് എന്തിനായിരുന്നു? കാലം മാറുന്നതായിട്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. തോന്നി എങ്കിലും നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നന്നായിരുന്നു. നിങ്ങൾ ആ ഒരു മുനിവേഷത്തിൽ എല്ലാവരും ഇങ്ങനെ അടവുകളൊക്കെ ചവിട്ടുമ്പോൾ വെരി ഗുഡ്. ഗോപാലകൃഷ്ണൻ സാർ, ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ ഭാവ രാഗ താളമുള്ള രാഷ്ട്രം. നമ്മളുടെ എല്ലാത്തിലും ഈ ഭാവരാഗ താളമുണ്ട്. ഞങ്ങളിത് നല്ലോണം വായിച്ചത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. നേരിട്ടത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. മുദ്രകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കുറേ കൂടി മുമ്പിലിരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണെങ്കിൽ ഗുഡ്, ബെറ്റർ, ദ ബെസ്റ്റിലേക്ക് പോകുമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. രാഹുൽ ജി, നിങ്ങൾ പ്ലസൻ്റ് ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ കുറേ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ആ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. പോസിറ്റീവ്സ് ഉണ്ട്, ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കൂടി ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സാർ, 13 out of 20. ഗോപാലകൃഷ്ണൻ സാർ, 13 മാർക്ക്. ഈശ്വർ ജി, ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം, 13 out of 20. അപ്പോൾ നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് 39 മാർക്കാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Costume courtesy for Nitya Das, Ethnic Weaves, accessories for Nitya Das, Alfonsa.